ഞാൻ പിഷാരനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? അതെന്നോടാണോ ചോദിക്കണ്ടേ? നിന്നോടല്ല ചോദിക്കണേ, ഞാൻ പിഷാരനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നല്ല ഞാൻ ചോദിച്ചത്. അത് നിന്നോട് ചോദിച്ചാണ് ഞാൻ പിഷാരനോട് ചോദിച്ചോട്ടെ. അതല്ല, ചേട്ടനോട് ചോദിക്കേണ്ട കാര്യം എന്നോട് ചോദിച്ചോട്ടെ എന്തിനാ ചോദിക്കുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് ശരിയാവണത്? എനിക്ക് പിഷാരനോട് ചോദിക്കേണ്ട കാര്യം നിന്നോടല്ല ചോദിക്കേണ്ടത്. അത് എന്നോട് ചോദിക്കുന്നത് നേരത്തെ ചോദിച്ചാ പോരെ? എനിക്ക് എങ്ങനെ ചോദിച്ചു പിഷാരനോട് എനിക്ക് ചോദിച്ചാൽ പറ്റുള്ളൂ, അതുകൊണ്ടല്ലേ. അതിനിപ്പോ എന്നോട് ചോദിക്കുന്നത് എന്തിനാണ്? വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട കേട്ടാ. എന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മാറി നിൽക്കാം. പിഷാരടി, നമ്മളൊരു അനീതി കണ്ടു കഴിഞ്ഞാൽ ഇടപെടാണ്ടിരിക്കണത് ശരിയാണോ? ഇടപെടണം, ഇടപെടണ്ടേ? അതെ. പക്ഷെ നമ്മുടെ അനീതി കണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചുറ്റും നിൽക്കണവർക്കാണ് പ്രശ്നം. ആ വ്യക്തിക്ക് കുഴപ്പമില്ല, എന്താ നമ്മൾ ചോദിച്ച ആ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. എന്താ പ്രശ്നം ഉണ്ടായേ രജനെ? ഞാൻ ഒരു അനീതി കണ്ടു, അതിന് കാരണക്കാരനായ ഒരാളോട് ഞാൻ കയർത്ത് സംസാരിച്ചു. പക്ഷെ അയാൾക്ക് കുഴപ്പമില്ല, അയാൾ എന്നോട് മിണ്ടണമില്ല. പക്ഷെ ഈ കൂടി നിൽക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അത് ചില സമയത്ത് അങ്ങനെയാ. പക്ഷെ അയാൾക്ക് കുഴപ്പമുണ്ടായില്ല, അയാൾ എന്നോട് സംസാരിച്ചില്ല. എത്ര നേരം കയർത്ത് സംസാരിച്ചു? ഞാൻ ഒരു 1.5 മണിക്കൂർ അയാളുടെ നിന്ന് ഞാൻ സംസാരിച്ചു. എന്നിട്ടും അയാൾ തിരിച്ചൊന്നും മിണ്ടിയില്ല. പുള്ളി തിരിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ തീരാന്ന് പ്രശ്നോടെ ഉണ്ടായിരുന്നു. ഇത് ആരോടെ സംസാരിച്ചേ? ഒരു മരിച്ചു കിടക്കണ പുള്ളിനോട്. പുള്ളിയുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ ദോശ തന്നെനിക്ക്. ദോശക്ക് ചട്നി കൊണ്ട് തരുമല്ല. മരിച്ചാളല്ലോ തരുന്നേ, ബന്ധുക്കളല്ലേ തരുന്നേ? ബന്ധുക്കളാ തന്നത്. അത് ഇയാൾക്ക് ഉത്തരവാദിത്തമില്ല. അയാള് മരിച്ചതിന്റെ പേരിലല്ല അവരാ ദോശ കൊണ്ടോ തന്നത് നമുക്ക്. മരിച്ചു കിടക്കണ എങ്ങനെ ഇത് ശരിയാക്കി തരും? അല്ല, അങ്ങനെ സംസാരിക്കില്ല. അങ്ങനെ അല്ല, അയാള് മരിച്ചോടത്തോട്ട് വിളിക്കാണ്ട് ചെന്നതാ ഞാൻ. കാരണം എനിക്ക് അയാളെ മാത്രം പരിചയമുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ദോശക്ക് തന്ന ചട്നി പുളിച്ചതായിരുന്നു. കാലത്തൊങ്ങും ഉണ്ടാക്കി വെച്ച വളിച്ച ചട്നി എനിക്ക് തന്നേക്കണവര്. അപ്പൊ അത് നമ്മൾ ചോദിക്കണ്ട, ഇയാളോടല്ലാണ്ട് പിന്നെ ആരോടെ ഞാൻ ചോദിക്കും? ആ കാര്യം ചോദിച്ചോട്ടെ വിശാരനോടെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. എന്നോടാണോ ചോദിക്കണ്ടേ? പിന്നെ ആരോടെ ചോദിക്കണ്ട? വിശാരനോട് ചോദിക്കേണ്ട കാര്യം പിന്നെ ഞാൻ ആരോടെ ചോദിക്കേണ്ടത്? വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് 2 സ്ഥലത്തുനിന്ന് ഈ വളിച്ച ചട്നി വന്നിട്ടുള്ളൂ. ഒന്ന് ഈ മരിച്ച വീട്ടിൽ നിന്ന്, ഒന്ന് ഇത്താടെ വീട്ടിൽ നിന്നും. വെറുതെ അനാവശ്യം പറയരുത്. എന്താണ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വളിച്ചതും പൊളിച്ചതൊക്കെ നമ്മൾ ചക്കര ഇട്ട് കൊടുക്കും. അത് ചക്കര ഇട്ട് കൊടുത്താലും പഞ്ചാര ഇട്ട് കൊടുത്താലും വളിച്ചത് തിന്നാൻ പറ്റുമോ? ഇത്താ ചക്കര ഇട്ട് കൊടുക്കുന്നല്ല പറഞ്ഞേ, പിഷ്ടാങ്ങി കിടക്കണ സക്കറിനിട്ട് കൊടുക്കുന്ന പറഞ്ഞേ. അതല്ലെങ്കിൽ അതും തിന്നില്ലെങ്കിൽ ഞാൻ പിന്നെ കേശമാമന് കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ഞങ്ങളുടെ വീട്ടിലെ സക്കറാണ് ഇരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ എത്ര മാന്യത ഉണ്ടായിരുന്നു വിശാല ഞാൻ മരിച്ചു കിടന്ന ആൾക്ക്. അതൊരു അക്ഷരനോട് മിണ്ടീനെ മരിച്ചിട്ട് ഇത് കണ്ടോ? അവളിച്ചാ പറഞ്ഞേണ്ട. ഈ പ്രശ്നം എങ്ങനെ പരിഹരിച്ചേ? ഞാൻ ആ മരിച്ച വീട്ടിലൊരു കരോക്കെ ഇട്ടിട്ട് ആ ഒരു പാട്ട് അങ്ങോട്ട് പാടി. ഏത് പാട്ട്? അതിപ്പോ ഞാൻ പാടിത്തരാം. അയാൾ എഴുന്നേറ്റ് ഓടിക്കാണോ? അരച്ച ചമ്മന്തി എടുത്തു വെച്ചപ്പ വളിച്ചു പോയളിയ. ഇന്ന് കാലത്തെ ചമ്മന്തി വൈകിട്ടെടുത്തപ്പ പുളിച്ചു പോയളിയ. നല്ല സങ്കടം വന്നെനിക്ക്, ചുട്ട ദോശക്ക് ചട്നിയില്ല. 16 നടന്ന വീട്ടിൽ ബാക്കി ബാലൻസ് വന്ന ദോശ, അത് തിന്നാൻ ചാറില്ല. അരച്ച ചമ്മന്തി എടുത്തു വെച്ചപ്പ വളിച്ചു പോയളിയ. ഇന്ന് കാലത്തെ ചമ്മന്തി വൈകിട്ടെടുത്തപ്പ പുളിച്ചു പോയളിയ. തേങ്ങെട് പിന്നെ ചെരവെട് തെങ്ങ മുളകും കൂട്ടി അരക്ക്. കടുകട് ഉള്ളി അരിഞ്ഞെട് എണ്ണ വഴറ്റി കോരി വിതറ്. ഇന്ന് വാശിയോടെ ദോശ തിന്നാനാശയോ, കൂടെ സാമ്പാറിന്റെ സാന്നിധ്യം ടേസ്റ്റാക്കിയോ. പപ്പടമപ്പുറമുണ്ടേലും ദോശയ്ക്ക് മാച്ചണതേറെ. അച്ഛനും കൊച്ചനും സന്തോഷം, ദോശ തിന്നാനുള്ളൊരാശ. രമേശ ദോശ. അരച്ച ചമ്മന്തി എടുത്തു വെച്ചപ്പ വളിച്ചു പോയളിയ. ഇന്ന് കാലത്തെ ചമ്മന്തി വൈകിട്ടെടുത്തപ്പ പുളിച്ചു പോയളിയ. Once upon a time, once upon a